ചിഹ്നം മാറിയതൊരു നേട്ടമാകും. കാരണം ആ ചിഹ്നം മാറാനുണ്ടായ സാഹചര്യം ജനങ്ങളോട് വിശദീകരിക്കുക. വലിയ തരത്തിലാണ് അതിന് സ്വീകാര്യത കിട്ടുന്നത്. നിലപാട് മാറാത്തത് കൊണ്ടാണ് ചിഹ്നം മാറിയത്. തിരുവല്ലയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നിപ്പോൾ വിദേശ സഹായ നിയന്ത്രണ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ബിൽ മാറ്റിവെച്ചു. എന്താണ് പ്രതികരണം? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം മാത്രമാണ്. കുറേ നാളുകളായി ഏതെല്ലാം തരത്തിൽ മതന്യൂനപക്ഷങ്ങളെയും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രസ്ഥാനത്തെയും നമ്മുടെ സാമൂഹ്യ മുന്നേറ്റങ്ങളെയും തകർക്കാൻ കഴിയുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. ഇപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ വലിയ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെയുള്ള ഒരു സൂത്രം എന്ന നിലയിൽ ഒരു അടവ് തന്ത്രമാണ് ഈ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. അത് കാര്യമാക്കേണ്ടതില്ല. BJPയുടെ പ്രഖ്യാപിത നിലപാടെന്ന് പറയുന്നത് തന്നെ ഇവിടെ ചിലരെ നിഷ്കാസിതരാക്കണമെന്നാണ്. ആ നിഷ്കാസിതരാക്കുന്ന വിഭാഗത്തിൽ പലരുമുണ്ട്. ക്രിസ്ത്യാനികളെ, മുസ്ലിമുകളെ, കമ്മ്യൂണിസ്റ്റുകളെ ഒക്കെ ഇല്ലാതാക്കിയാൽ മാത്രമേ അവരാഗ്രഹിക്കുന്ന രാഷ്ട്രം പണിയാൻ കഴിയൂ എന്നാണ് RSSൻ്റെ അടിസ്ഥാന തത്വം. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ മാത്രമാണ് ഈ FCRA ഒരു ചർച്ചയായിട്ട് വന്നത്. അത് തിരുവല്ല പോലെയുള്ള മണ്ഡലങ്ങളിൽ ഏത് മുന്നണിയെ സഹായിക്കും? FCRA കൊണ്ടുവന്നത് തീർച്ചയായും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അതിനെ നിയന്ത്രിക്കുന്ന RSS സംഘപരിവാറിൻ്റെയും പരിപാടി വ്യക്തമാക്കുന്ന ഒന്നാണ്. അത് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പം മരവിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് എന്നത് പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പോൾ മദനിയുടെ മകൻ്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്, LDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അത്തരം PDP പോലുള്ള സംഘടനകളുടെ വോട്ട് ഇടതുമുന്നണി സ്വീകരിക്കണമോ? എന്താണ് അക്കാര്യത്തിൽ ഒരു നിലപാട്? ആ പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല. വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്യുന്നതിന് നമുക്ക് തടയാൻ കഴിയില്ലല്ലോ. പക്ഷേ LDF ഒരു വർഗീയ ശക്തികളുമായി ഒരാശയവിനിമയം നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. അത്തരത്തിലുള്ള ഒരു നിലപാടും LDF എടുക്കുകയുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ഇപ്രാവശ്യം മോതിരം ചിഹ്നമായി. ആ ചിഹ്നം മാറിയതൊരു പ്രശ്നമാകുമോ? ചിഹ്നം മാറിയതൊരു നേട്ടമാകും. കാരണം ആ ചിഹ്നം മാറാനുണ്ടായ സാഹചര്യം ജനങ്ങളോട് വിശദീകരിക്കുക. വലിയ തരത്തിലാണ് അതിന് സ്വീകാര്യത കിട്ടുന്നത്. ആ ചിഹ്നം പേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJP മുന്നണിയിലേക്ക് പോയപ്പോൾ കേരളത്തിലെ പ്രവർത്തകർ ആ മുന്നണിയുടെ ഒപ്പമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിച്ചു, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ. അതുകൊണ്ടാണ് ചിഹ്നം മാറിയത്. നിലപാട് മാറാത്തത് കൊണ്ടാണ് ചിഹ്നം മാറിയത്. ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം അത് കേരളത്തിന് പുറത്തുള്ള ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ശബരിമല വിഷയം നന്നായിട്ടാണ് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരിട്ടാണ് അതിൻ്റെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളിലേക്ക് അന്വേഷണം നീണ്ടുപോവുകയാണ്. പഴയ കാര്യങ്ങളിലേക്ക് അന്വേഷണം നീണ്ടുപോകുന്നത് ചിലരെയൊക്കെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം എത്രയാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? അത് ജനങ്ങളുടെ കയ്യിലാണ്. പക്ഷേ ഈ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് ദുരന്ത കാലഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം സഹവസിച്ചു എന്നുള്ളതും ജനങ്ങൾ വലിയ തരത്തിൽ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു ആനുകൂല്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ഇക്കുറിയും വിജയിക്കുമെന്ന് തന്നെയാണ് മാത്യു ടി തോമസ് വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.